എന്റെ പണം മോഷ്ടിച്ചതിന് നിങ്ങളെയും നിങ്ങളുടെ സ്വർണം മോഷ്ടിച്ചതിന് എന്റെ അച്ഛനെയും പോലീസ് കൊണ്ടുപോയിക്കോട്ടെ. എന്താ? നിന്റെ ബാഗിൽ നിന്ന് 1 ലക്ഷം രൂപ എടുത്തത് ഞങ്ങൾ തന്നെയാ, സമ്മതിച്ചു. എന്നെങ്കിലും അത് നിനക്ക് തിരിച്ചു തരുമെന്ന് കരുതി തന്നെ എടുത്തത്. ഞാൻ വേറെ ആരും അല്ലല്ലോ, നിന്റെ സ്വന്തം ചേച്ചിയല്ലേ. എന്റെ ഭർത്താവ് എത്ര കാലമായി നിന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ആ മനുഷ്യൻ ഒരു സ്കൂട്ടർ വേണോന്ന് പറഞ്ഞപ്പോ നീ സഹായിച്ചില്ലല്ലോ. അതുകൊണ്ടാ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എന്തായാലും അതിനു പകരമായി ആ സ്വർണം ഞാൻ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. നീ എനിക്കെതിരെ കേസ് കൊടുക്കുന്നെങ്കിൽ അങ്ങ് കേസ് കൊടുക്ക്. വാ ധനേട്ടാ. മോളെ അനിതേ, അവൾ നിന്നെ കളിയാക്കാൻ നോക്കിക്കാണുമല്ലേ? സാരമില്ല, അവക്ക് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക. അച്ഛൻ എന്നോട് ക്ഷമ ചോദിക്കണ്ട. പക്ഷെ എനിക്ക് ഈ വീട്ടിൽ തുടർന്നു പോകാൻ താല്പര്യമില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാലൊന്ന് ആലോചിക്കുക. അനതേടത്തി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാനോ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഏട്ടത്തിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. പ്രശ്നം ഉണ്ടാക്കുന്നവരായിരിക്കും ആദ്യം ഈ വീട്ടിൽ നിന്ന് പോകുന്നത്. നിനക്കിനി ഈ വീട്ടില് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അനിതേ. നീ ധൈര്യമായിട്ടിരുന്നോ? ഇല്ലച്ച, ഞാൻ ഇനി ഈ വീട്ടിൽ നിൽക്കണമെങ്കിൽ ശബരി ദയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ദയ ഇവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഞാൻ കുറെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് 2 ദിവസത്തിനകം ദയ ഈ വീട്ടിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും.